ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് കുബൂസാണ്. അതിലേക്ക് ഗ്ലാസ്സിൽ കുറച്ച് നേരിയ ചൂടുവെള്ളം എടുത്ത് ഈസ്റ്റും പഞ്ചസാര ഇട്ട് കൊടുത്ത് നമ്മളത് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് അതൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഇളക്കി വെച്ചത് പൊങ്ങി വരും. ഗ്ലാസ്സിലെ ഈസ്റ്റ് പൊങ്ങി വന്നാൽ അത് ഒഴിച്ചിട്ട് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് മാവിൽ ഉപ്പിട്ട് കൊടുത്ത് കുറേശ്ശെ അതൊന്ന് ഇളക്കി സെറ്റാക്കിയിട്ട് നമുക്ക് കുറേശ്ശെ ഈസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുറേശ്ശെ കുഴച്ചെടുക്കാം. അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കുഴച്ച് വരാം, ഇളക്കി മറിച്ച് ഇതാക്കി വരാം. അങ്ങനെ കഴിയുകൊണ്ട് നല്ലോണം കുഴച്ച് ഒന്ന് സോഫ്റ്റായി കുഴച്ചെടുക്കണം. അതിന് വേണ്ടി നമ്മളിതാ വെള്ളം കുഴച്ച് ഇതാക്കിയിട്ട് പലകം വിട്ട് കുഴച്ച് എടുത്തിട്ട് എല്ലാം കുഴച്ചെടുത്ത് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മേലെ കവറൊക്കെ പൊതിഞ്ഞ് ശരിക്കും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മണിക്കൂർ നമുക്കിത് പൊങ്ങാൻ വെക്കണം. അങ്ങനെ പൊങ്ങാൻ വേണ്ടി അപ്പോൾ ഇതിൽ എണ്ണയൊക്കെ മേലെ കൂടാക്കി കൊടുത്തിട്ട് കുറച്ച് എണ്ണയൊക്കെ തടവി കൊടുത്ത് പൊങ്ങാൻ വേണ്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് എടുത്തിട്ട് കുബൂസ് ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് കഴിക്കാൻ കൂട്ടാൻ ഉരുളൻകിഴങ്ങ് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം. അതിന് ഉരുളൻകിഴങ്ങൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ട് പൊരിക്കാൻ വേണ്ടി വാട്ടിയെടുത്തിട്ടുണ്ട്. വേവാൻ വേണ്ടിയിട്ട് വാട്ടിയിട്ടുണ്ട്. വേവിച്ചെടുത്ത് കുറച്ച് ബീട്രൂട്ടൊക്കെ ചെത്തിയെടുത്ത് ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് ലേശം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉരുളൻകിഴങ്ങ് ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി വെക്കാം. പൊരിച്ചെടുക്കാൻ വെച്ചതിന് ശേഷം ഉപ്പിട്ട് പുഴുങ്ങിയൊന്ന് വാട്ടിയതാവുകൊണ്ട് അതിൽ പിന്നെ കായം കൂട്ടിയിട്ടൊന്നുമില്ല. ഞാൻ അങ്ങനെ വെച്ചിക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് ചില്ലി പൗഡർ ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ മേലെ കൂടെ എന്നിട്ട് തിരിച്ചു മറിച്ച് ഉപയോഗിക്കുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ കുറച്ച് ചില്ലി പൗഡറൊക്കെ ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് തിരിച്ച് മറിച്ചിട്ടൊന്ന് നല്ല സൈഡ് രണ്ടും മൊരിച്ചെടുക്കുക. അതിന് വേണ്ടി അതൊന്ന് മൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നതിൻ്റെ ഒപ്പം ഒരു ബ്യൂട്ടി പാർലറിൻ്റെയും ക്ലിനിക്കിൻ്റെയും ചെറിയൊരു ഭാഗം ഇടുന്നുണ്ടാവും, അര വർക്കിൻ്റെ ഭാഗം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം, സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ ഉരുളൻകിഴങ്ങൊക്കെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൈഡൊക്കെ നല്ല ഇതിൽ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിതിൽ വേറെ പൊടികളൊന്നും ചേർത്തില്ല, കുറച്ച് ചില്ലി പൗഡർ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അങ്ങനെ അത് മാങ്ങിയെടുത്തിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ് ബീട്രൂട്ട് വാട്ടാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അതിലും അങ്ങനെ കുറച്ച് ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ട് വാട്ടിയെടുക്കുകയാണ്. പിന്നെ നമ്മൾ ഉരുളൻകിഴങ്ങ് കൊണ്ട് തന്നെ മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് അതിലേക്ക് കുറച്ച് പച്ചക്കറികൾ, ക്യാരറ്റും കാബേജൊക്കെ അരിഞ്ഞിട്ട് കൊടുത്ത് നമുക്ക് ഒരു സാലഡ് പോലെ ഉണ്ടാക്കാം. അതിനുള്ള മയോണൈസാണ് അത്, വെജിറ്റബിൾ മയോണൈസാണ്. അങ്ങനെ ഒക്കെ സെറ്റായിട്ടുണ്ട്. കുറച്ച് വെജിറ്റബിളൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തിട്ട് മയോണൈസിലേക്ക് അരിഞ്ഞ് സാലഡ് പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളത് ഡബ്ബയിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ടൊക്കെ ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കാമല്ലോ. അതിന് കുറച്ച് ഉണ്ടാക്കിയിട്ട് ഡബ്ബയിലാക്കി ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കും. ബാക്കിയുള്ളതുകൊണ്ട് നമ്മൾ സാലഡ് ഉണ്ടാക്കുകയാണ്. അങ്ങനെ സാലഡൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. മയോണൈസിന് പച്ചക്കറി കൂടി വെച്ചിട്ട് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. കുബൂസ് കഴിക്കാനുള്ളതാണ്, അതിലേക്ക് വേണ്ടി ഉണ്ടാക്കുകയാണ്. ഉരുളൻകിഴങ്ങും ഇതൊക്കെ മയോണൈസൊക്കെ. നമ്മുടെ കുബൂസിൻ്റെ മാവ് എല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് എടുത്തൊന്ന് അമർത്തി കൊടുത്ത് കുഴച്ചിട്ട് നമുക്ക് കുബൂസ് ഉണ്ടാക്കാം. അങ്ങനെ കുബൂസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മാവൊക്കെ എടുത്തൊന്ന് അമർത്തി എടുത്തിട്ടുണ്ട്. അങ്ങനെ കുബൂസ് ഒക്കെ പരത്തി കഴിഞ്ഞ് കുബൂസൊക്കെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കണം. കുബൂസൊക്കെ പരത്തിൽ കഴിഞ്ഞിട്ട് നമുക്ക് ചൂടാൻ നിൽക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നമുക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകളുണ്ട് ഇതിൽ. എല്ലാവർക്കും ഇഷ്ടമാവും വീഡിയോ. അതുകൊണ്ട് കുബൂസും മയോണൈസും ഉരുളൻകിഴങ്ങൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ. നമ്മൾ കുബൂസൊക്കെ ചൂടാൻ വെച്ചിട്ടുണ്ട്, നല്ല പൊങ്ങി വരുന്നുണ്ട്. കുബൂസൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുബൂസൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല പൊള്ള വരും ഇങ്ങനെ ചുട്ടെടുക്കുമ്പോൾ. കുബൂസൊക്കെ അടിപൊളിയായി വരുന്നുണ്ട്. എല്ലാവരും പരീക്ഷിച്ച് നോക്കൂ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. മയോണൈസ് കൂട്ടി കഴിക്കാൻ, സാലഡ് കൂട്ടി കഴിക്കാൻ, സാലഡ് ഉരുളക്കിഴങ്ങ് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ കുബൂസൊക്കെ ചുട്ട് കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ഇതിൽ ഉള്ള കൂട്ടുകളും കൂടി കൂട്ടി കഴിക്കാം. നല്ല രസമാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും. ഇതിൻ്റെ ബാക്കി ഭാഗത്തിലുള്ള വീഡിയോ കൂടി എല്ലാവരും കാണുക. എല്ലാവർക്കും ഇഷ്ടമാവും. Hi, I am Dr. Suhana, clinical cosmetologist and trichologist at Zuvai Naturals, Advanced Skin and Hair Clinic, Tirur. സ്കിൻ ആൻഡ് ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള ബ്യൂട്ടി കൺസേൺസിന് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അഡ്വാൻസ്ഡ് കോസ്മെറ്റോളജി ട്രീറ്റ്മെന്റ്സ് ആയിട്ടുള്ള കാർബൺ ഫേഷ്യൽ ഓർ ഹോളിവുഡ് ഫേഷ്യൽ, ഫോട്ടോ ഫേഷ്യൽ ഓർ IPL ഫേഷ്യൽ, ഗ്ലൂട്ടാതയോൺ IV, സ്കിൻ ബൂസ്റ്റേഴ്സ്, ഡെർമൽ ഫില്ലേഴ്സ്, ബോട്ടോക്സ്, ത്രെഡ്സ് തുടങ്ങിയ ട്രീറ്റ്മെന്റ്സും കൂടാതെ ഇന്റർനാഷണൽ ഫേഷ്യൽസ് ആയിട്ടുള്ള കൊറിയൻ ഫേഷ്യൽ, തായ് ഫേഷ്യൽ, ചൈനീസ് ഫേഷ്യൽ, കിം കാർഡേഷ്യൻ ഫേഷ്യൽ തുടങ്ങിയവയും PRP, GFC എന്നിവയും ചെയ്യുന്നുണ്ട്.